ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പത്മ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ ഓരോ പുരസ്കാര ജേതാവിനെയും അടുത്ത് വിളിച്ചു വരുത്തി അവർക്ക് മെഡൽ അണിയിക്കുകയും അതോടൊപ്പം തന്നെ കീർത്തി മുദ്ര ആ പുരസ്കാരം കയ്യിലേൽപ്പിക്കുകയാണ് ചെയ്തത്. മലയാളത്തിൻ്റെ മഹാനടനായ മമ്മൂട്ടി, അതുപോലെ പത്മവിഭൂഷൺ ബഹുമതിക്ക് അർഹനായ ശ്രീ ജസ്റ്റിസ് കെ.ടി. തോമസുമൊക്കെ അത് ഏറ്റുവാങ്ങുന്നത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കണ്ടത്. എൻ്റെ ചിരകാല സുഹൃത്തും ജ്യേഷ്ഠ സഹോദര തുല്യനും SNDP യോഗം ജനറൽ സെക്രട്ടറിയുമായ ശ്രീ വെള്ളാപ്പള്ളി നടേശനും ഈ പത്മ പുരസ്കാരത്തിന് അർഹനായി. അദ്ദേഹത്തിൻ്റെ അർഹതയെക്കുറിച്ച് അല്ലെങ്കിൽ അനർഹതയെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞെങ്കിലും 30 കൊല്ലം എന്ന് പറയുന്ന ചെറിയൊരു കാലയളവല്ല. 30 കൊല്ലം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് എവറസ്റ്റിൻ്റെ മുകളിൽ വീട് വെച്ച് താമസിക്കുന്ന നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എവറസ്റ്റിൻ്റെ മുകളിൽ കയറാനല്ല, അവിടെ തുടരാനാണ് ബുദ്ധിമുട്ട്. SNDPയുടെ ചരിത്രം അറിയാവുന്ന ആർക്കും അറിയാം. മഹാകവി കുമാരനാശാനോ അല്ലെങ്കിൽ മഹാനായ R. ശങ്കരനോ അതിപ്രഗത്ഭനായിരുന്ന MK രാഘവൻ വക്കീലിനോ ഒന്നും SNDP യോഗത്തിൽ അധികം കാലം ഇരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും ആളുകൾ കാലെ പിടിച്ച് വലിച്ച് താഴെയിടും. അങ്ങനെയാണ് അതിൻ്റെ ഒരു നാട്ടുനടപ്പ്, പതിവ്, കീഴ്വഴക്കം. ഏതായാലും വെള്ളാപ്പള്ളി നടേശനെ താഴെ ഇറക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. കോടതിക്ക് മാത്രമാണ് ഏതാനും ദിവസത്തേക്ക് അദ്ദേഹത്തെ പുറത്ത് നിർത്താൻ കഴിഞ്ഞത്. പക്ഷേ അദ്ദേഹം പണ്ടത്തേക്കാൾ ശക്തനായി ആ സ്ഥാനത്ത് തിരിച്ചു വന്നു. ഇപ്പോൾ UDF സർക്കാർ വന്നതിന് ശേഷവും അദ്ദേഹത്തിനെതിരെ പല കേസുകളും പൊടി തട്ടിയെടുത്തുകൊണ്ട് വന്ന് അദ്ദേഹത്തെ പൂട്ടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഫലവത്താവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അത്ര പെട്ടെന്ന് പിടികൊടുക്കുന്ന ജനസിൽപ്പെട്ട ആളല്ല വെള്ളാപ്പള്ളി നടേശൻ. മമ്മൂട്ടിയുടെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. അദ്ദേഹം എത്രയോ സിനിമകളിൽ അഭിനയിച്ച് അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് കിട്ടിയ ഈ പത്മഭൂഷൺ അല്പം കൂടി നേരത്തെ കിട്ടേണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് പത്മവിഭൂഷൺ തന്നെ കിട്ടാൻ അർഹതയുണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ശ്രീ ജസ്റ്റിസ് K.T. തോമസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ പത്മഭൂഷൺ പുരസ്കാരം നേടിയിട്ടുള്ള ആളാണ്. ഇപ്പോൾ പത്മവിഭൂഷണും അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നു. ഇന്നലത്തെ പുരസ്കാരദാന ചടങ്ങ് ഞാൻ ടെലിവിഷനിൽ കണ്ടതാണ്. അദ്ദേഹം പ്രായാധിക്യം കൊണ്ടൊക്കെ വളരെ ക്ഷീണിതനായി കാണപ്പെട്ടുവെങ്കിലും വളരെ ഉത്സാഹത്തോടുകൂടി തന്നെ രാഷ്ട്രപതിയിൽ നിന്ന് ആ പുരസ്കാരം കൈപ്പറ്റുന്ന കാഴ്ച നിറഞ്ഞ ഹൃദയത്തോടുകൂടിയാണ് ഞാൻ കണ്ടത്. പക്ഷെ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ആ ഉത്കടമായ വിഷാദമാണ് തോന്നിയത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അതേ വേദിയിൽ ബഹുമാനിതനാകേണ്ടിയിരുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അത് കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന സഖാവ് VS അച്യുതാനന്ദനാണ്. അച്യുതാനന്ദൻ സഖാവിനെ മരണാനന്തരം ആദരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചു. നമുക്കെല്ലാവർക്കും സന്തോഷം തോന്നിയ ഒരു സന്ദർഭമായിരുന്നു. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ, അദ്ദേഹത്തെ ആദരിച്ചിരുന്നവർ, അദ്ദേഹത്തെ വിലമതിച്ചിരുന്നവരെല്ലാവരും ഈ പുരസ്കാര ലബ്ധിയിൽ സന്തോഷിച്ചവരാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ചില വിദണ്ഡവാദികളായ നേതാക്കന്മാർ, താത്വിക ആചാര്യന്മാർ, ബുദ്ധിജീവികൾ, പ്രത്യയശാസ്ത്ര വിശാരദന്മാർ അത് വാങ്ങുന്നതിനെ പരമാവധി നിരുത്സാഹപ്പെടുത്തുകയും സംതപ്ത കുടുംബാംഗങ്ങളെ കൊണ്ട് അത് നിരസിപ്പിക്കുകയും ചെയ്തു. ഇത് നിരസിച്ചതുകൊണ്ട് VSന് എന്തെങ്കിലും മേന്മയുണ്ടായോ? ഒരിക്കലുമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടായോ? അതുമില്ല. മരിച്ചുപോയ കാരണവരെ ഇന്ത്യ ഗവൺമെൻറ് ആദരിച്ചു എന്ന് പറയുന്നതല്ലേ അല്ലെ ഏത് മക്കൾക്കും സന്തോഷകരമായിട്ടുള്ള കാര്യം? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അരുൺകുമാറോ മകൾ ആശയോ സ്വമനസാലെ അത് നിരാകരിക്കുമായിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വസുമതി സിസ്റ്ററും അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുമായിരുന്നില്ല. VS ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള വേറൊരു ചോദ്യമാണ്. മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എന്താ ചെയ്തത്? അതിനുശേഷം മരണാനന്തര ക്രിയകൾ ആരാണ് ചെയ്തത്? അപ്പോൾ അതേ രീതിയിലല്ലേ ഈ പത്മവിഭൂഷണയെ കണക്കാക്കേണ്ടത്. അങ്ങനെ കുടുംബത്തിൻ്റെ മീതെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തി അവരെ കൊണ്ട് ഇത് നിരാകരിപ്പിച്ചതുകൊണ്ട് പാർട്ടിക്ക് വല്ല മേന്മയുണ്ടാകും? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് പാർട്ടിക്ക് 10 വോട്ടെങ്കിലും കൂടുതൽ കിട്ടിയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. VSൻ്റെ വീടിരുന്ന അമ്പലപ്പുഴയിലടക്കം, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആലപ്പുഴയിലടക്കം, മറുഭാഗത്തുള്ള കായംകുളത്തടക്കം പാർട്ടിക്കാർ ദയനീയമായിട്ട് തോറ്റുപോയി. പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചതിൽ പാർട്ടി ചെയ്ത ഈ കടുങ്കയ്യനും
ഒരു പങ്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, സി പി എംകാർക്ക് ബുദ്ധി ഉപദേശിക്കാനോ അവർക്ക് ബോധം തെളിയിക്കാനോ ആര് വിചാരിച്ചാലും സാധിക്കില്ല. അതുകൊണ്ട് കലികാലമാണ്, ഇതിലപ്പുറവും സംഭവിക്കും. 1 കൊണ്ടും 9 കൊണ്ടും പഠിക്കാത്തൊരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ മാർക്സിസ്റ്റുകാരാണ്. മാർക്സിസ്റ്റുകാരെന്ന് വെച്ചാൽ പാർട്ടിയിലെ സാധാരണ സഖാക്കളല്ല, പാർട്ടിയുടെ നേതാക്കന്മാരാണ്. സജി ചെറിയാനെ പോലെ, വാസവനെ പോലെ, പി രാജീവനെ പോലെ, പി എ മുഹമ്മദ് റിയാസിനെ പോലെ, എം വി ഗോവിന്ദനെ പോലെ, എല്ലാത്തിലുപരി പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാരുള്ളിടത്തോളം കാലം ഈ പാർട്ടി ഒരു കാരണവശാലും രക്ഷപ്പെടുകയില്ല. സംശയമുള്ളവർക്ക് ഞാൻ പറയുന്നത് എഴുതി വെക്കാം. യാതൊരു കാരണവശാലും ഈ പാർട്ടി ഇടതുപക്ഷ പ്രസ്ഥാനം രക്ഷപ്പെടാനോ നന്നാകാനോ ഇനി എന്തെങ്കിലും ഭരണത്തിൽ തിരിച്ചു വരാനോ ഈ നേതാക്കന്മാർ സമ്മതിക്കില്ല. ഇവരെ എല്ലാവരും കൂടി ഒരു കപ്പലിൽ കയറ്റി നടുക്കടലിൽ കൊണ്ടുപോയി ആ കപ്പലപ്പാടിന് മുക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനം രക്ഷപ്പെടാൻ ചെറിയൊരു സാധ്യതയുണ്ട്. അതിൻ്റെ ചെറിയ സാധ്യതയാണ്, ഞാൻ ഉറപ്പിച്ച് പറയുകയല്ല. പക്ഷേ ഇവർ ഈ പാർട്ടിയെ നശിപ്പിച്ചിട്ട് പോകുള്ളൂ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല.